നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കന്നുകാലികളെ കയറ്റി വന്ന പിക്കപ്പ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൊട്ടിയൂർ കണ്ടപ്പനം സ്വദേശി പുളിഞ്ചോട് അരുണാണ് മരിച്ചത്. കേളകം വില്ലേജ് ഓഫീസിന് സമീപത്ത് മലയോര ഹൈവേയിൽ ഇന്നലെ രാത്രി 9:30 അപകടം. ഉത്സവപ്പറമ്പിൽ സംഘർഷം തടയാൻ ശ്രമിച്ച SIയെ ഓടയിൽ തള്ളിയിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. ആറ്റൂരിൽ കീടനാശിനി കഴിച്ച് 3 സഹോദരിമാരുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഒരാൾ മരിച്ചു. സരോജിനിയാണ് മരിച്ചത്. കണ്ണൂരിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. 500 ഗ്രാം ഹാഷിഷ് ഓയിലുമായാണ് തൃശൂർ സ്വദേശി നിജിൽ പിടിയിലായത്. 16 സാക്ഷികൾ, 21 രേഖകൾ. 54-കാരൻ ബാലികയോട് 1 മാസത്തിൽ പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്ന് തെളിവ്. 14 വർഷം കഠിന തടവും പിഴയും. സ്വർണ്ണക്കൊള്ള, SIT നടൻ ജയറാമിന്റെ മൊഴിയെടുത്തു. കേസിൽ സാക്ഷിയാക്കും. ഫെബ്രുവരി 1 ഭാരത് ബന്ദ്. UGC തുല്യതാ ചട്ടങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരുന്നു. കോഴിക്കോടും മലപ്പുറത്തും വാഹന അപകടങ്ങളിൽ 3 മരണം. കുറ്റിക്കാട്ടൂർ സ്വദേശി ജമീല, മലപ്പുറം സ്വദേശി ചാലിപ്പറമ്പൻ ബാബുട്ടി, ആലപ്പുഴ സ്വദേശി സിബി എന്നിവരാണ് മരിച്ചത്. ശശി തരൂരിനെ രാഹുൽ ഗാന്ധിക്ക് അടുത്തെത്തിച്ചത് ഷാഫി പറമ്പിലോ? തനിക്ക് റോളില്ലെന്ന് വടകര MP. കോഴിക്കോട് മാളിക്കടവിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി വൈശാഖനുമായി തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്ന് പ്രതി വൈശാഖൻ പറഞ്ഞു. ഇന്ത്യയിൽ 2 പേർക്ക് നിപ്പ സ്ഥിരീകരിച്ചു. കർശന പരിശോധനകൾക്ക് നിർദ്ദേശം നൽകി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ. കണ്ണൂർ പെരിങ്ങോമിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 2 പവൻ സ്വർണവും 55,000 രൂപയും കവർന്നു. കുറ്റൂർ സ്വദേശി രാജീവന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വയോധികന്റെ കയ്യിൽ നിന്നും 1/2 പവൻ സ്വർണ്ണമോതിരം കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. വളപട്ടണം സ്വദേശി മുഹമ്മദ് താഹയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിൽ റേത്ത്. പിന്നിൽ DYFI എന്ന് ആരോപണം. പാറശാലയിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കർണാടക സ്വദേശി രവിയാണ് മരിച്ചത്. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ SHOയ്ക്ക് മുന്നിൽ വെച്ച് ഭാര്യയെ കുത്താൻ ശ്രമിച്ച ഭർത്താവ് മുഹമ്മദ് ഖാനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ. കായലം സ്വദേശി സുനീഷാണ് പിടിയിലായത്. ചികിത്സാ പിഴവ് മറച്ചുവെച്ച് ഡോക്ടർ മുറിവ് തുന്നിക്കെട്ടി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ പരാതിയുമായി യുവതി. ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് വീടിന് തീയിട്ട് ഭർത്താവ്. എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ ആയിരുന്നു സംഭവം. പ്രതി പിടിയിൽ. കോഴിക്കോട് രാജ്യസഭാ MPയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷയുടെ ഭർത്താവ് ശ്രീനിവാസൻ അന്തരിച്ചു. SIRൽ പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കോഴിക്കോട് പൊതുസ്ഥലത്ത് നിർത്തിയിട്ട കാറിൽ ലഹരി. കടന്നുകളയാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. കണ്ണൂർ നീർവേലിയിൽ നിന്ന് നാടൻ ബോംബുകൾ കണ്ടെടുത്തു. 3 ബോംബുകളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. കൂത്തുപറമ്പ് പോലീസും ബോംബ് സ്ക്വാഡും എത്തി ബോംബുകൾ നിർവീര്യമാക്കി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 785 രൂപ കുറഞ്ഞ് 15,510 രൂപയായി. പവന് 5,240 രൂപ കുറഞ്ഞ് 1,24,080 രൂപയുമായി. വെള്ളിക്ക് 405 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 200, ലോട്ട് 185, ഒട്ടുപാൽ 125, കുരുമുളക് 665, അടയ്ക്ക 400, കശുവണ്ടി 155, തേങ്ങ 59, കാപ്പിക്കുരു 215, ചിരട്ടപ്പാൽ 115. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.